കർത്താവിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ കഴിഞ്ഞത് 35-ാം വാക്യം വരെ നമ്മൾ അത് പഠിച്ചു. അതിനുശേഷമുള്ളത് കാര്യങ്ങൾ നമ്മൾ 2-ാം അധ്യായത്തിൽ തീർക്കാൻ നോക്കണം. നമുക്ക് തുടങ്ങാം. നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ ശിമയോന് ഇസ്രായേലിൻ്റെ രക്ഷയെ ആറ്റുനോറ്റ് കാത്തിരുന്ന യഹൂദ പ്രമുഖരിൽ ഒരാളായിരുന്നു. നീതിമാനായിരുന്നു, മനുഷ്യരുടെ മുൻപിലും നീതിമാനായിരുന്നു. ദൈവാലയത്തിൽ എപ്പോഴും ദൈവാലയവുമായിട്ട് കഴിഞ്ഞുകൂടിയ ആളായിരുന്നു. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടവനായിരുന്നു. അതൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ അദ്ദേഹം ദൈവത്തിൻ്റെ വിശ്വസ്തനുമായിരുന്നു. അങ്ങനെ ഒരു വിശുദ്ധിയുള്ള മനുഷ്യനുമായിരുന്നു. അപ്പം നല്ല ഒരു കുലീനത്വമുള്ള ഒരു യഹൂദൻ ആയിരുന്നു. അപ്പോൾ അദ്ദേഹം യേശുവിനെ ഇസ്രായേലിൻ്റെ രക്ഷയെ പ്രതീക്ഷിച്ചിരുന്ന അദ്ദേഹത്തെ പോലെ അനേകായിരങ്ങളുണ്ട് അന്ന് ജെറുസലേമിൽ, ഇസ്രായേലിൽ. അപ്പോൾ ഇദ്ദേഹം അതിലൊക്കെ ഏറ്റവും ദൈവത്തിന് പ്രാധാന്യമുള്ള ആളായിരുന്നുകൊണ്ട് പരിശുദ്ധാത്മാവ് ആ രക്ഷ കാണുന്നിടം വരെ മരിക്കത്തില്ല എന്ന് പറഞ്ഞിരുന്നു. ആ രക്ഷയുടെ സമയം ആയപ്പോൾ യേശുവിനെ ദേവാലയത്തിൽ കാഴ്ചവെക്കാനായിട്ട് കൊണ്ടുവന്നു. അല്ലെങ്കിൽ ദേവാലയത്തിൽ നടത്തണമെന്ന് നിർബന്ധമില്ലാത്ത കാഴ്ച, ഒരു കടിഞ്ഞൂൽ പുത്രനെ വീണ്ടെടുക്കുക എന്നുള്ള ചടങ്ങ് ഒക്കെ ദേവാലയത്തിൽ വെച്ച് തന്നെ വേണമെന്ന് നിർബന്ധമില്ലാതിരുന്നതാണ്. എന്നാലും അപ്പോൾ ശിമയോനെയും അന്യായ എന്ന പ്രവാചകിയെയും ഉദ്ദേശിച്ചായിരിക്കണം പരിശുദ്ധാത്മാവ് അവരെ അവിടെ നയിച്ചത്, ദേവാലയത്തിലേക്ക് നയിച്ചത്. അപ്പോൾ അവിടെ കണ്ടു. അദ്ദേഹം കുഞ്ഞിനെ എടുത്ത് എല്ലാവരോടും പ്രകീർത്തിച്ച് സംസാരിച്ചു. കുഞ്ഞിനെ ആരാണെന്നുള്ളതൊക്കെ പറഞ്ഞ് ഇസ്രായേലിൻ്റെ രക്ഷ കണ്ടു കഴിഞ്ഞെന്ന് പറഞ്ഞു. അവിടെ കൂടിയിരുന്നവരന്ന് പെസഹ തിരുനാളെന്ന് പറയുന്നത് വളരെ ജനബാഹുല്യമുള്ള ഒരു ചടങ്ങാണ്. ചിലപ്പോൾ 10, 15, 20 ലക്ഷമൊക്കെ വരാം. അങ്ങനെയുള്ള ലോകത്തും എല്ലാ ഭാഗത്തു നിന്നുമുള്ളവർ, കഴിവുള്ളവരെല്ലാവരും തന്നെ ആണ്ടുതോറുമുള്ള ഈ പെസഹ തിരുനാളിന് ദൈവാലയത്തിൽ വരുമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സമയത്തായിരുന്നു ഈ കാഴ്ച സമർപ്പണവും നടന്നത്. അദ്ദേഹം വന്ന് കുഞ്ഞിനെ എടുത്ത് എല്ലാവരോടും ഈ രക്ഷയെപ്പറ്റി പ്രകീർത്തിച്ച് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് അദ്ദേഹം ഒരു കാര്യം വെളിപ്പെടുത്തി. അമ്മയുടെ ചങ്കിൽ കൂടി, ഹൃദയത്തിൽ കൂടി ഒരു വാൾ കടക്കും. ഇവൻ എല്ലാവരുടെയും താഴ്ചയ്ക്കും ഉയർച്ചയ്ക്കുമൊക്കെ കാരണമാകും. അതായത് പലരും ദൈവത്തിൻ്റെ അടുത്ത ആളുകളെന്നും പറഞ്ഞ് ഉടനെ സ്വർഗത്തിലേക്കുള്ള വഴിയെന്നും പറഞ്ഞൊക്കെ നീതിമാന്മാർ, ദൈവത്തിന് മുൻപിൽ ഏറ്റവും നീതിമാന്മാരെന്നൊക്കെ ഭാവിച്ചിരുന്നവർ അനേകരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ താഴ്ചയാണ് അവിടെ കാണിക്കുന്നത്. കാരണം അവരങ്ങനെ ഭാവിച്ചിരുന്നു, പക്ഷേ പ്രവൃത്തിയിലില്ല. അപ്പോൾ അങ്ങനെയുള്ള അവരുടെ ഫരിസേയരിൽ പ്രമുഖർ, നിയമജ്ഞരിൽ പ്രമുഖർ, അങ്ങനെ സദുക്കാരിൽ പുരോഹിതരിൽ പ്രമുഖർ, ഇവരൊക്കെ ഇങ്ങനെയുള്ള ഒരു ഭാവമാണ് അവർക്കുണ്ടായിരുന്നത്. അല്ല, ആത്മാർത്ഥതയല്ലായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ താഴ്ചയാണ്. അവർ വിചാരിച്ച പോലെയല്ല. ഇതൊന്നുമില്ലാതിരുന്ന ഏറ്റവും താഴേക്കിടയിൽ അവരകറ്റി നിർത്തിയിരുന്ന, ദൈവാലയത്തിൽ പോലും പ്രവേശിക്കാൻ തക്ക യോഗ്യതയില്ലാത്ത അശുദ്ധികൾ ഉള്ളവരെന്ന് പറഞ്ഞിട്ട് പാട്ടിടയുടെ കാര്യം പറഞ്ഞു. അങ്ങനെയുള്ളവരെക്കാണ് ഉയർന്നതായിട്ട് കാണുമ്പോൾ അവർക്ക് വല്ലാത്ത നീരസം ഉണ്ടാകും. അതാണ് ഇവിടെ പറഞ്ഞത്. പക്ഷേ ഇനി ഒന്നുണ്ട്. യേശുവിൻ്റെ രക്ഷാകര പദ്ധതിയിൽ, ആ പൂർത്തീകരണത്തിൽ, യേശുവിൻ്റെ ആ രക്ഷാകര പദ്ധതിയിൽ അംഗങ്ങളാകാത്തവർ, വിശ്വസിച്ച് അതിനോട് ചേരാത്തവർക്ക് അവർ താഴ്ചയിലാകും. അതേസമയം ആ രക്ഷാകര പദ്ധതിയിൽ ചേർന്നവരൊക്കെ ഉയർച്ചയിലാകും. എങ്ങനെയാണ് രക്ഷാകര പദ്ധതിയിൽ ചേരുന്നവർ? സാധാരണക്കാരായിരിക്കും. വലിയ തത്വജ്ഞാനികളും വലിയ ബുദ്ധിരാക്ഷസരും ഒന്നും അതിനകത്ത് ചേരത്തില്ല. അവരവരുടെ ഭൗതിക ബുദ്ധിയിലായിരിക്കും വിശ്വസിക്കുന്നത്, ആശ്രയിക്കുന്നത്. അതുകൊണ്ടാണ്
ഇവിടെ അതാണ് ഇവിടെ പറയുന്നത്. അനേകം പേരുടെ ഉയർച്ച, താഴ്ച ഇതെല്ലാം ഇവിടെ കാണപ്പെടും. അവൻ കാരണമാകും യേശു. അത് ഇന്നും അങ്ങനെയാണ്. ലോകാവസാനം വരെ അങ്ങനെയായിരിക്കും. യേശുവായിരിക്കും എല്ലാത്തിൻ്റെയും കാരണം, എല്ലാത്തിൻ്റെയും കേന്ദ്രബിന്ദു. എല്ലാം യേശുവിൽ നിന്ന് തുടങ്ങുന്നു, അവിടെ നിന്ന് അവസാനിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്ന സുവിശേഷകനും പറഞ്ഞു വയ്ക്കുന്നത്. അതാണ്. അപ്പോൾ ശിമയോൻ ആണ് പറഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നമുക്ക് ആ വാൾ തുളച്ച് കയറുന്ന ഹൃദയത്തിൽ ഞാൻ ഇന്നലെ അത് 2 കാര്യങ്ങൾ പറഞ്ഞു, 2-3 കാര്യങ്ങൾ പറഞ്ഞു. സംഭവിക്കുന്ന ഉടനെ തന്നെ സംഭവിച്ചു, അതൊക്കെ പറഞ്ഞു. അപ്പോൾ ഇനിയും ഇവിടെ ലൂക്കായുടെ ആ രചനയിൽ ഞാൻ പറഞ്ഞു, എപ്പോഴും സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും സമൂഹത്തിൽ ഒതുക്കപ്പെട്ട് കഴിഞ്ഞിരുന്നവരാണവർ. ആ പുരുഷ മേധാവിത്വം മാത്രമായിട്ടുണ്ടായിരുന്നതാണ്. വളരെ അപൂർവമാണ് സ്ത്രീകൾക്ക് അവിടെ പ്രധാന സ്ഥാനത്ത് വന്നിട്ടുള്ള സന്ദർഭങ്ങൾ. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്ന. അപ്പം ലൂക്ക ഒരു പുരുഷനെ അവതരിപ്പിച്ചാൽ ഒരു സ്ത്രീയെയും അവതരിപ്പിക്കും. അത് സാധാരണ നമ്മളെ ഈ സുവിശേഷത്തിലും അപ്പോസ്തല പ്രവർത്തനങ്ങളിലും എല്ലാം അത് കാണാം. തുല്യ സ്ഥാനം അവർക്ക് കൊടുക്കും. അതാണ് ഇവിടെ ഒരു പ്രവാചകനെ ഉന്നതനായ ഒരു പ്രവാചകൻ വന്നപ്പോൾ അടുത്ത ഫനുവേലിൻ്റെ പുത്രിയും ആഷേർ വംശജയുമായ ഗോത്രത്തിൽപ്പെട്ട അന്ന എന്നൊരു പ്രവാചകിയെയും അവിടെ കൊണ്ടുവരുന്നു, അരങ്ങത്ത് കൊണ്ടുവരികയാണ്. അപ്പോൾ ഒതുക്കി പിന്നണിയിൽ വെച്ചിരുന്നവരെ, നിർത്തിയിരുന്നവരെ രംഗത്ത് കൊണ്ടുവരികയാണ് ലൂക്ക ചെയ്യുന്നത്. ഇവൾ കന്യാപ്രായം മുതൽ 7 വർഷം വരെ ഭർത്താവിനോടൊത്ത് ജീവിച്ചു. 84 വയസ്സായി വിധവ ദേവാലയം വിട്ടു പോകാതെ രാപകൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിയുകയായിരുന്നു. എപ്പോഴും ദൈവാലയത്തിൽ തന്നെ കഴിഞ്ഞ് കൂടുകയായിരുന്നു. അവൾ അപ്പോൾ തന്നെ മുൻപോട്ട് വന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാലാണ് ദൈവത്തെ സ്തുതിക്കുകയും ജെറുസലേമിൽ രക്ഷ പ്രതീക്ഷിച്ചു കൊണ്ടിരുന്ന എല്ലാവരോടും ശിശുവിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. ജെറുസലേമിലെ രക്ഷ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന പറഞ്ഞല്ലോ. അപ്പോൾ അന്ന് ഇത്രയും ലക്ഷക്കണക്കിന് ജനങ്ങളിൽ പല ലക്ഷങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ട് ഇരിക്കുമ്പോൾ അവരിൽ തന്നെ മിക്കവാറും എല്ലാവരും തന്നെ ഇസ്രായേലിൻ്റെ രക്ഷ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയുള്ളവരാണ് ഇവിടെ ദൈവാലയത്തിൽ വരുന്നത്. അപ്പോൾ അവരോടെല്ലാം ഈ പ്രവാചകി ഇതെല്ലാം പറഞ്ഞു, ഈ രക്ഷ വന്നു കഴിഞ്ഞു എന്ന് ശിശുവിനെക്കുറിച്ച് അവിടെ പ്രഖ്യാപിച്ച് പ്രകീർത്തിച്ചു, ദൈവത്തെ സ്തുതിച്ചു മഹത്വപ്പെടുത്തി. അപ്പോൾ മനസ്സിലാക്കേണ്ടവർക്ക് അപ്പോഴും മനസ്സിലാക്കാമായിരുന്നു. പക്ഷേ പിന്നീട് ഈ ക്രിസ്തുവിനെ മനസ്സിലാക്കിയില്ല ആരും. ആ സമയം അങ്ങ് കഴിഞ്ഞു. ഇപ്പോഴത്തെ ആ സമയം, ആ പെരുന്നാൾ ദിവസം ഇങ്ങനെ അവർ പ്രകീർത്തിച്ച സമയം. കാരണം എന്താ? അവരങ്ങനെയുള്ളൊരു നേതാവിനെയല്ല അവർ കണ്ടിരുന്നത്. ഇസ്രായേലിൻ്റെ രക്ഷ എന്ന് പറഞ്ഞപ്പോൾ ഇസ്രായേൽ എന്ന പഴയ ദാവീദിൻ്റെ സോളമൻ്റെ കാലത്തുള്ള ആ വിശാലമായ സാമ്രാജ്യം സ്ഥാപിക്കുക എന്നുള്ളതായിരുന്നു. ഇപ്പോൾ റോമൻ സാമ്രാജ്യത്തിലൊക്കെ കീഴ്പ്പെടുത്തി അതുപോലൊരു വലിയ സാമ്രാജ്യം സ്ഥാപിക്കുക. അപ്പോൾ ഭൗതികമായ ഒരു രാജ്യവിസ്തൃതിയും അധികാരവുമാണ് അവർ കണ്ടിരുന്നത്. അതിനവസാനമില്ലാത്ത ഒരു ഭരണവും അതാണ് അവർ സ്വപ്നം കണ്ടിരുന്നത്. അതല്ല ഇവിടെ വന്നേ. ആത്മാവിൻ്റെ രക്ഷയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് പക്ഷേ അവർക്ക് മനസ്സിലായില്ല. പക്ഷേ എന്താ, അവരിങ്ങനെയാണ് പക്ഷേ പ്രതീക്ഷിച്ചിരുന്നത്. അന്നത്തെ ശാസ്ത്രിമാരും എല്ലാവരും ഇങ്ങനെയായിരുന്നു അതിനെ വ്യാഖ്യാനിച്ച് കൊടുത്തിരുന്നത്. വന്ന് പുതിയ ഒരു രാജ്യം അത് വീണ്ടും പുനഃസ്ഥാപിക്കും, പുനർസംസ്ഥാപനം അത് നടത്തണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഗ്രേറ്റ് ലീഡറിനെ, ഒരു വളരെ ഉന്നതനായ ശക്തനായ ഒരു നേതാവിനെയാണ് അവർ പ്രതീക്ഷിച്ചിരുന്നത്. അത് ഈ പാവപ്പെട്ട ജോസഫിൻ്റെയും മറിയത്തിൻ്റെയും ഭവനത്തിൽ നിന്നല്ല വരുന്നത്. അതാണ് അവർ കണ്ടിരുന്നത്. അപ്പം അവിടെ ബേത്ലഹേമിൽ പോയി ജനിച്ചു. അവിടുന്ന് അവരൊക്കെ പോയി, യേശു ജനിച്ചത് അവിടെ വെച്ചായിരുന്നു. അവിടെ വെച്ചാൽ അവരൊന്നും അറിഞ്ഞിട്ടില്ല. ഇവിടെ നാട് നസ്രത്താണ്. നസ്രത്തിൽ നിന്ന് എന്താണ് വരാനുള്ളത്? അവിടെ യോഹന്നാന്റെ സുവിശേഷത്തിൽ നഥാനിയേൽ ചോദിക്കുന്നുണ്ട് ഫിലിപ്പോസിനോട്, നസ്രത്തിൽ നിന്ന് വല്ല രക്ഷയും ഉണ്ടോയെന്ന്. അതേതെങ്കിലും അപ്പോൾ നസ്രത്തിൽ അവിടെ നിന്ന് എന്താ പറയുക? അതും ജോസഫും മേരിയും. ജോസഫ് ഇവിടെ ആശാരിപ്പണി ചെയ്യുന്നു, തച്ചൻ പണി ചെയ്യുന്നു. കൈത്തൊഴിൽ ചെയ്യുന്നവരൊക്കെ അന്ന് താഴ്ത്തപ്പെട്ട സമൂഹത്തിൽ ഒരുപടി താഴ്ന്നവരാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രായത്തിൽ നല്ല രാജാധിരാജാൻ്റെ
അതേ രാജസഗുണമുള്ള ഒരു നേതാവ്, അതേ ഒരു നേതാവ് ഉദയം ചെയ്യുന്നത് അതേപോലുള്ള ഒരു ഭവനത്തിൽ നിന്നായിരിക്കും എന്നാണ് അവരുടെ പ്രതീക്ഷ. പക്ഷേ ഇവിടെ ലൂക്ക അവതരിപ്പിക്കുന്ന മേരിയും ജോസഫും ഒക്കെ അതുപോലുള്ള കുലീനത്വവും ആഢ്യത്വവും ഉള്ള വംശജരായിരുന്നു. ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ടുള്ളവരായിരുന്നു അവർ. അതിലുള്ള എല്ലാ ചടങ്ങുകളും എല്ലാം അവർ ഏറ്റവും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഡിവോട്ടീസ് ജീവ്സ് യഹൂദരുടെ അതേ കാര്യങ്ങളാണ് ഇവിടെ ചെയ്തുകൊണ്ട് അതേപോലെ തന്നെയാണ് അവർ എല്ലാം മോശയുടെ നിയമങ്ങളും ഇത് എല്ലാം പാലിച്ചുകൊണ്ടാണ് അവർ ജീവിച്ചിരുന്നത്. അതെല്ലാം അനുസരിച്ചുള്ള ചെയ്തികളെല്ലാം ഇവിടെ ചെയ്തു. പരിശോധന കർമ്മവും വീണ്ടെടുപ്പും ഇതെല്ലാം ഇവിടെ ലൂക്ക ഇവിടെ കാണിക്കുന്നത്. യേശു പൂർണ്ണമായിട്ടും യഹൂദനായിട്ടാണ് വളരുന്നത്, യഹൂദനായിട്ടാണ് വന്നത്. ജോസഫും മറിയവും അങ്ങനെ തന്നെയായിരുന്നു. ആ പാരമ്പര്യത്തിൽ നിന്ന്, ആ യഹൂദരുടെ ആ അന്തസ്സിൽ നിന്ന് ഒരിക്കലും ഒരു അണുകിട അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് ഇവിടെ മാറിയിട്ടില്ല. അങ്ങനെയുള്ള ഒരു ആണ് കാണിച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ അർത്ഥം എന്തുവാണെന്ന് പറഞ്ഞാൽ എന്താ, ക്രിസ്ത്യാനിറ്റി പിന്നീട് ഇങ്ങോട്ട് പറയുന്നുണ്ട് ലൂക്ക. ഞാൻ ആരംഭത്തിൽ ഇതിനെപ്പറ്റി ആമുഖം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 22 മുതലുള്ള അവസാനത്തെ അധ്യായങ്ങൾ വരെ അതിലെല്ലാം പറയുന്നത് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് പുതിയ ഒരു മതമല്ല, യഹൂദ മതത്തിൻ്റെ അതേപോലുള്ള പിന്തുടർച്ചയാണ്. അതിനെ പരിഷ്കരിച്ച് ആധുനികവൽക്കരിച്ച് അത് ദൈവം തന്നെ പരിഷ്കരിച്ച് നമുക്ക് പുതിയ നമ്മുടെ സംസ്കാര സമ്പന്നമായ ഈ ലോകത്തിന് വേണ്ടി പിന്നീട് നൽകി ഇങ്ങോട്ട് തന്നതാണ്, അല്ലാതെ ഒരു പുതിയ ഒരെണ്ണം ഉദയം കൊണ്ടതല്ല. അപ്പോൾ അതിൻ്റെ പിന്തുടർച്ച അത് തന്നെയാണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നതെന്ന് ലൂക്ക അവിടെ സമർത്ഥിക്കുന്നുണ്ട്. ഇന്ന് ലോകത്തിന് ഏറ്റവും വേണ്ടി വരുന്നത്, ഏറ്റവും പ്രയോജനപ്പെടുന്നതും എല്ലാവിധത്തിലും ഐശ്വര്യത്തിനും ശ്രേയസ്സിനും എല്ലാം പറ്റിയതും ക്രിസ്ത്യാനിറ്റിയാണെന്ന് അദ്ദേഹത്തിൻ്റെ ബാക്കി രചനകളിലെ നമ്മുടെ സുവിശേഷത്തിൽ എല്ലാം പറയുന്നുണ്ട്. അതൊക്കെയാണ് സമർത്ഥിക്കുന്നത്. അപ്പോൾ നമ്മൾ അതൊക്കെ മനസ്സിലാക്കണം. അപ്പോൾ യേശു അങ്ങനെ എല്ലാം ഒരു യഹൂദ പൈതലിന് വേണ്ടുന്ന എല്ലാമാണ് അവിടെ ചെയ്തിരിക്കുന്നത്. അതുപോലെ ആണ് ഇവിടെ വിടാതെ എല്ലാം ചെയ്തു വന്നിരിക്കുകയാണ്. കർത്താവിൻ്റെ നിയമപ്രകാരം എല്ലാം നിവർത്തിച്ച ശേഷം അവർ സ്വനഗരമായ ഗലീലയിലെ നസ്രത്തിലേക്ക് മടങ്ങി. ശിശു വളർന്നു, ജ്ഞാനം കൊണ്ട് നിറഞ്ഞു, ശക്തനായി, ദൈവത്തിൻ്റെ കൃപ അവൻ്റെ മേലുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ശിശു അപ്പോൾ അവിടെ വളർന്നു, ജ്ഞാനം കൊണ്ട് നിറഞ്ഞു. ഇവിടുന്ന് ഔസേപ്പും മറിയവും നല്ലത് അവർക്ക് വേണ്ടുന്ന എല്ലാ ശിക്ഷണവും കൊടുത്താണ് വളർത്തിയത്. ജ്ഞാനം കൊടുത്താണ് വളർത്തിയ. അറിവുകൾ അവർക്ക് കിട്ടാവുന്ന എല്ലാവിധത്തിലുമുള്ള സ്വാധീനം അതിന് സൗകര്യങ്ങളൊക്കെ അതിന് ചെയ്തിരുന്നു പഠിക്കുന്നതിനുള്ള യേശുവിന്. അപ്പോൾ അതെല്ലാം ചെയ്തു. അങ്ങനെയാണ് അവർ വളർത്തിയത്. ദൈവത്തിൻ്റെ കൃപയും അതിനോടൊപ്പം ഉണ്ടായിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ സഹവാസമാണല്ലോ എപ്പോഴും ഉള്ളത്, അതുകൊണ്ടായിരുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ കൃപ അവനുണ്ടായിരുന്നു. അങ്ങനെ ജ്ഞാനത്തിൽ വളർന്നു, ശക്തിയിൽ വളർന്നു. അപ്പോൾ അടുത്തത് കാണുന്നു, യഹൂദ നിയമം അനുസരിച്ച് ബാലനായ യേശു ദൈവാലയത്തിൽ വരുന്നത്. അപ്പോൾ അതിൽ 12 വയസ്സായ 12 വയസ്സാകുമ്പോൾ ഒരു യഹൂദ ബാലൻ അവൻ പുരുഷത്വത്തിലേക്ക് കടക്കുകയാണ്, പടിവാതിൽക്കലെത്തി എന്നുള്ളതാണ്. അപ്പോഴവനൊരു പുരുഷൻ്റെ എല്ലാ അവകാശങ്ങളും ദൈവാലയം മുതൽ എല്ലായിടത്തും ഉണ്ട്, അവന് സമൂഹത്തിലും ഉണ്ട് അവന്. അപ്പോൾ അങ്ങനെ യേശു പരിപൂർണമായിട്ടും ആ ജീഷ് പാരമ്പര്യം, യഹൂദ പാരമ്പര്യം അങ്ങനെ അന്യൂനം ഒരു ന്യൂനതയില്ലാതെ ഇങ്ങനെ പിന്തുടർന്ന് വരികയാണെന്നാണ് ഇവിടെ സുവിശേഷകൻ കാണിക്കുന്നത്. യേശുവിൻ്റെ മാതാപിതാക്കന്മാർ നോക്കിക്കോ, ആണ്ടുതോറും പെസഹ തിരുനാളിൽ ജെറുസലേമിൽ പോയിരുന്നു. അന്ന് എല്ലാ വിധത്തിലും ദൈവത്തെ ആരാധിച്ച് കഴിഞ്ഞിരുന്ന ഈ ജനസമൂഹങ്ങളെല്ലാം തന്നെ ആണ്ടുതോറും അവർ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഉള്ളവരെല്ലാവരും തന്നെ അവിടെ പെസഹ തിരുനാളിൽ ജെറുസലേമിൽ പോയിരുന്നു. അതുപോലെ അവരും പോയിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യവും അവിടുന്ന് പോയപ്പോൾ അവന് 12 വയസ്സായിരുന്നു. ശിശുവിന് 12 വയസ്സായപ്പോൾ ബാലന് പതിവനുസരിച്ച് അവർ തിരുനാളിന് പോയി. തിരുനാൾ കഴിഞ്ഞ് അവർ മടങ്ങി വന്നു.
തിരുനാളെന്ന് പറയുമ്പോൾ അപ്പോൾ അത് ഒരു ദിവസമല്ല, പിറ്റേന്നല്ല, അത് 3 ദിവസമോ 4 ദിവസമോ ആകാം മടങ്ങുന്നതിന്. തിരുനാൾ കഴിഞ്ഞ് അവർ മടങ്ങിപ്പോന്നു. എന്നാൽ ബാലനായ യേശു ജെറുസലേമിൽ തങ്ങി മാതാപിതാക്കന്മാർ അതറിഞ്ഞില്ല. അപ്പോൾ ഇത് മനസ്സിലാക്കണമെങ്കിൽ ആ ദൈവാലയത്തിന് അതെന്താ അവരറിയാത്തത്? മാതാപിതാക്കളുണ്ട്, ബന്ധുക്കളുണ്ട്, ബന്ധുജനങ്ങളോട് എല്ലാവരോടും കൂടിയാണ് പോകുന്നത്. ഇവിടെ അപ്പോൾ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ആ ദേവാലയം എന്നല്ല പറയേണ്ടത്, നമ്മൾ ദൈവാലയമാണ്. ദൈവം വസിക്കുന്ന സ്ഥലമാണ്, ദേവൻ വസിക്കുന്ന സ്ഥലമല്ല. അത് നമ്മൾ വിശുദ്ധരോ അങ്ങനെയുള്ള പുണ്യാത്മാക്കളോ വസിക്കുന്ന സ്ഥലമെന്നല്ല, ദൈവം വസിക്കുന്ന സ്ഥലം ദൈവാലയം. അത് നമ്മൾ അതിൻ്റെ അർത്ഥം പൂർണ്ണ രൂപത്തിൽ, അതിൻ്റെ ആഴത്തിൽ, വ്യാപ്തിയിൽ അത് നമ്മൾ മനസ്സിലാക്കി വേണം ഓരോന്ന് ട്രാൻസ്ലേഷൻ ചെയ്യുമ്പോൾ. ദേവാലയം എന്നല്ല, ദൈവാലയം. അപ്പോൾ വെറും വിശുദ്ധരുടെ മാത്രം കുറേ രൂപങ്ങളും എല്ലാം കൊണ്ട് വെച്ചിട്ടുള്ള ഒരു സ്ഥലമാണെങ്കിൽ, പ്രാർത്ഥനയ്ക്ക് വേണ്ടി വെച്ചിട്ടുള്ള ഒരു കപ്പേളയോ ചാപ്പലൊന്നോ എന്നൊക്കെ പറയാൻ നമുക്ക് അതിലുണ്ടെങ്കിൽ അതിന് ദേവാലയം എന്ന് വേണമെങ്കിൽ പറയുന്നതിന് കുഴപ്പമില്ല. കാരണം ഭാരതീയ സംസ്കാരവും ഭാരതീയ പാരമ്പര്യവും അനുസരിച്ച് വിശുദ്ധരെ പറയാവുന്ന ദേവൻ എന്നുള്ള ദേവി എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥമൊക്കെ ഞാൻ ഇതിന് മുൻപ് വീഡിയോയിലെല്ലാം പറഞ്ഞിരുന്നു, അതിൻ്റെ കാര്യങ്ങളെല്ലാം. സംശയമുള്ളവർ ആ വീഡിയോകളൊക്കെ ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ അത് വീണ്ടും വിശദീകരിക്കേണ്ടുന്ന കാര്യമില്ല. അപ്പോൾ അപ്പോൾ 12 വയസ്സായാൽ ആ ബാലനെ അവിടെ ദൈവാലയത്തിൽ കൊണ്ടുവരണം. അവൻ അതുവരെ പഠിച്ചതൊക്കെ അവന് അവിടെ ശാസ്ത്രിമാരും നിയമജ്ഞരും ടീച്ചേഴ്സ്, അതിൻ്റെ ഉപാധ്യായന്മാരെല്ലാവരും അവനെ ഒരു ഒരു ഡയറക്റ്റ് ഇൻ്റർവ്യൂ ആണ് അവിടെ. പഠിച്ചതെല്ലാം അവിടെ വിസ്തരിക്കണം. അവനോട് ചോദ്യങ്ങൾ ചോദിക്കുക. അവയിൽ നിന്നെല്ലാം അവനെ അങ്ങോട്ടും സംശയമുള്ളത് ചോദിക്കാം. അവർ ചോദിക്കുന്നതിന് ഉത്തരം പറയണം. സംശയങ്ങളെല്ലാം അവിടെ വെച്ച് അപ്പോഴാണ് ആ കുട്ടി എന്തുമാത്രം വളർന്നു, ബാലൻ ജ്ഞാനത്തിൽ എന്തുമാത്രം വളർന്നു എന്ന് മനസ്സിലാക്കുന്നത്. അപ്പോഴാണ് റാബിമാരും എല്ലാവരും ഉണ്ട്. അപ്പോൾ അതിന് ദേവാലയത്തിൻ്റെ ആ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ചുരുക്കമായിട്ട് പറഞ്ഞാൽ അപ്പോൾ ഈ ബാലൻ, അപ്പോൾ 12 വയസ്സായ ബാലന് അപ്പോൾ ഇതിനെല്ലാം അവിടെ ആയിരുന്നു. അപ്പോൾ 12 വയസ്സായി കഴിഞ്ഞാൽ ഇതെല്ലാം പാസ്സായ ഒരു ബാലന് സിനഗോഗിൽ വചനം വായിക്കാം, വ്യാഖ്യാനിക്കാം, അവൻ്റെ അറിവനുസരിച്ച് വ്യാഖ്യാനിച്ചു കൊടുക്കാം. ഇതിനെല്ലാം അവന് അവകാശമുണ്ട്. മറ്റുള്ള മുതിർന്ന പഠിച്ചവരെ പോലെ തന്നെ, ശാസ്ത്രിമാരെ പോലെയൊക്കെ തന്നെ ഏതാണ്ട് അതുപോലുള്ള അവകാശമാണതും. അപ്പോൾ അവിടെ വെച്ച് വചനം വായിക്കാനും വ്യാഖ്യാനിക്കാനും കൂടെ അവകാശമുണ്ട്. അപ്പം അതും വലിയൊരു ആഘോഷമാണ്. ഇങ്ങനെ ദേവാലയത്തിൽ 12 വയസ്സാകുമ്പോൾ അവനെ അവിടെ സമർപ്പിക്കുന്ന, കാഴ്ചവെക്കുക, അവന് അവിടെ ഇൻ്റർവ്യൂ ഒക്കെ നടത്തുന്നത്. അതിനൊരു കാര്യമുണ്ട്. അതിന് ഒരു പേര് പറയുന്നുണ്ട്, ബെർ മിസ്ഹ്വ എന്നുള്ളതാണ് ഹീബ്രുവിൽ. ബെർ മിസ്ഹ്വ എന്ന് ഉള്ള ആ ആഘോഷമാണ്, ആ ചടങ്ങാണ് അവിടെ നടക്കുന്നത്. ആ ആഘോഷവും കൂടെ അന്ന് നടക്കുകയാണ്. അപ്പോൾ ദൈവാലയത്തിൽ വിശുദ്ധ സ്ഥലത്ത് നമ്മളതിനെപ്പറ്റി ഒരു സ്ട്രക്ചർ പറയുമ്പോൾ എന്തുകൊണ്ട് കാണാതായി, അതിനുള്ള സാധ്യത എന്താണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഇത് ഒന്ന് ദേവാലയത്തിൻ്റെ സ്ട്രക്ചർ ചുരുക്കമായിട്ടൊന്ന് പറയാം. ദേവാലയത്തിൽ വിശുദ്ധ സ്ഥലത്ത് പുരോഹിതന്മാർ മാത്രം പ്രവേശിക്കാനുള്ള അവകാശമുള്ള സ്ഥലമാണ് വിശുദ്ധ സ്ഥലം. അവിടെ വിരിയിട്ട മേശയുണ്ട്. ആദ്യം ദേവാലയത്തിന് മുൻവശത്ത് കാണുന്നത് വിരിയിട്ട മേശ. അവയിൽ ഷോബ്രെഡ് എന്ന് പറഞ്ഞാൽ കാഴ്ചയപ്പം 12 എണ്ണം എപ്പോഴും സദാ അവിടെ ഉണ്ടായിരിക്കും. ആ പഴയ ഇത് മാറ്റി പുതിയത് വയ്ക്കും. അങ്ങനെ ഉണ്ടായിരുന്നു. അതിൻ്റെ കാഴ്ചയപ്പത്തിൻ്റെ വലതുവശത്ത് എന്തുവാണ്, സുഗന്ധ ധൂപപീഠം, അതായത് ബലിപീഠം, അതായത് സുഗന്ധ ധൂപം അർപ്പിക്കുന്ന പീഠമുണ്ട്. മെനോറ ദീപപീഠമുണ്ട്. ഇടതുവശത്ത് 7 ശാഖകളുള്ള ദീപപീഠമുണ്ട്. അതിൽ ദീപക്കാലുകളുണ്ട്. ഇതിനും പിന്നിൽ അതും കഴിഞ്ഞോട്ട് വരുമ്പോൾ എന്താണ്, കർട്ടനുണ്ട്, വിരി. അപ്പോൾ ആ കർട്ടന് ശേഷം താഴെ
ആടുകളെ ബലിയർപ്പിക്കാനുള്ള ബലിപീഠം ഉണ്ട്. അതിന് 14 പടവുകളാണുള്ളത്. ഇവിടെ പുരോഹിതർ മാത്രമേ ബലിയർപ്പിക്കുന്ന പുരോഹിതർ മാത്രമേ അവിടെ കടക്കുകയുള്ളൂ. പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നവർ മാത്രമേ അവിടെ കടക്കാൻ പറ്റുകയുള്ളൂ. അതിന് താഴെയാണ് അൽമായരായ കോട്ട് ഓഫ് മെൻ എന്ന് പറയും, ഇസ്രായേൽ മെൻ, കോട്ട് ഓഫ് ഇസ്രായേൽ മെൻ. അപ്പോൾ അവിടെ യഹൂദ പുരുഷന്മാർക്ക് നിൽക്കാനുള്ള സ്ഥലമാണ്, പുരുഷത്വം ആയവർക്കും എല്ലാവർക്കും അവിടെ നിൽക്കാം. അതിനും താഴെ 15 പടവുകളുള്ള കോട്ട് ഓഫ് വിമൻ, സ്ത്രീകൾക്കുള്ള സ്ഥലം. അവിടെ 15 പടവുകളും താഴെ. ആദ്യത്തെ 14 പടവുകളാണ് ബലിയർപ്പിക്കുന്ന സ്ഥലം കഴിഞ്ഞ്, ആടുകളെയൊക്കെ ബലിയർപ്പിക്കുന്ന സ്ഥലം കഴിഞ്ഞിട്ട് വരും. താഴെ 14 പടവുകൾ, അവിടെയാണ് പുരുഷന്മാർ നിൽക്കുന്നത്. ഇനി അവിടുന്ന് ആ സ്ഥലവും കഴിഞ്ഞ് 15 പടവുകൾ കഴിഞ്ഞാണ് കോട്ട് ഓഫ് വിമൻ. അവിടെ സ്ത്രീകൾക്കും നിൽക്കാം, സ്ത്രീകളുടെ കൂടെ കുട്ടികൾക്കും നിൽക്കാം. അവിടെയാണ് ഭണ്ഡാരപ്പെട്ടികളുള്ളത്. 13 ഭണ്ഡാരപ്പെട്ടികളാണ്. ട്രംപറ്റ് എന്നാണ് ആ ഭണ്ഡാരപ്പെട്ടികളെ വിളിക്കുന്നത്, അതിനുള്ള പേര്, ഉപയോഗിക്കുന്ന പേര്. ആ ട്രംപറ്റുകൾ 13 അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലിടുന്ന അത് ഓരോരുത്തർക്കും ചേരുന്ന അതേ കാര്യമുണ്ട്, വിജാതീയർക്കുള്ളതുകൊണ്ട് അപ്പോൾ വെച്ചിരുന്നു. ട്രംപറ്റ് എന്ന് പറയുന്ന പെട്ടികൾ. യേശു ദേവാലയത്തിൽ ഇതുകൊണ്ടാണ് ഏത് ഭാഗത്തായിരുന്നു എന്ന് അറിയാൻ കഴിയായിരുന്നത്. കാരണം യേശു പുരുഷത്വത്തിലേക്ക് കടന്നുകൊണ്ട് ആണുങ്ങളുടെ കൂടെ, പുരുഷന്മാരുടെ കൂടെ അവിടെ നിൽക്കാം. ഇനിയും കുട്ടിയായതുകൊണ്ട് ബാലനായതുകൊണ്ട് സ്ത്രീകളുടെ കൂട്ടത്തിൽ നിൽക്കാം. ഇനിയും ഇതിനും താഴെയാണ് അവിടെ ഈ വിജാതീയർക്ക് നിൽക്കാനുള്ള സ്ഥലമുള്ളത്. ഇപ്പോൾ വിജാതിയർക്ക് നിൽക്കാനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ എവിടെയാണ് വിജാതിയർ അവിടെ നിന്നിട്ട് നേർച്ചയൊക്കെ ഇടുന്നതിന് ഈ ട്രംപറ്റ് അടുത്ത് വരണം. അവിടെ വന്ന് അവർക്ക് ഇടാനുള്ളിടത്ത് അവർ നേർച്ചയിടും, ഇനി കയറി വരണം. അപ്പോൾ യേശു എവിടെയായിരിക്കും? ഈ 3 സ്ഥലത്തും ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. കുട്ടികളായതുകൊണ്ട് അങ്ങോട്ട് പോയെന്ന് വരും. പിന്നെ പുരുഷന്മാരുടെയും അമ്മമാരുടെയും സ്ഥലത്ത് നിൽക്കാം. അപ്പോൾ ഇനിയും അതിൻ്റെ അല്ലാതെ തന്നെ റാബിമാർ, ഗുരുക്കന്മാരും ഈ നിയമജ്ഞരും ജ്ഞാനികളുമൊക്കെ ഇവരെ ഇൻ്റർവ്യൂ ചെയ്യുന്ന, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരെ പരിശോധിക്കുന്ന ആ സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ 12 വയസ്സായതുകൊണ്ട് ബാലൻ അവിടെ പോയി. അപ്പം അത് ഒരു അതിൻ്റെ കറയറ്റ ആണ്. ഇവിടെ വ്യത്യാസം വരാതെ അവർ ആ യഹൂദ പാരമ്പര്യം യേശുവിന് അവിടെ ആ കുടുംബം അവിടെ നിവർത്തിക്കുന്ന അത്ര കുലീനത്വവും അടിത്വവും ഉള്ള ഒരു കുടുംബമായിരുന്നു ജോസഫിൻ്റെയും മേരിയുടെയും. അടുക്കൽ പോയിരുന്നു. അപ്പോൾ അവിടെ നേർച്ച പെട്ടികളും ഒക്കെ ഇടുന്നതിനൊക്കെ അവർ കഴിഞ്ഞ അപ്പോൾ അവർക്ക് കാര്യം. പക്ഷേ ആരും ശ്രദ്ധിക്കില്ല. അവരൊക്കെ വിചാരിക്കുന്നത് എന്താ, ജനലക്ഷങ്ങളല്ലേ തിക്കും തിരക്കും. അപ്പോൾ അവിടെ കാണും, മറ്റൊരിടത്ത് കാണും, അല്ലെങ്കിൽ അവർ വിചാരിക്കുക എവിടെ മറ്റൊരിടത്ത് കാണും. അങ്ങനെയാണ് അവിടെ പ്രശ്നം വന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇവിടെ എന്ന് വരും, നമുക്ക് വായിച്ചു നോക്കാം. അവർ യാത്രാ സംഘത്തിൻ്റെ മാതാപിതാക്കന്മാർ അറിഞ്ഞില്ല എവിടെയാണെന്ന്. യേശുവാണ് ജെറുസലേമിൽ അവിടെ ദൈവാലയത്തിൽ അവിടെ തങ്ങി, ഉപാധ്യായന്മാരുടെ അടുത്ത് തങ്ങി. അവർ യാത്രാ സംഘത്തിൻ്റെ കൂടെ കാണൂ എന്ന് വിചാരിച്ച് അവർ ഒരു ദിവസത്തെ വഴി പിന്നിട്ടു. 3 ദിവസം കഴിഞ്ഞിട്ടല്ല, ഒരു ദിവസത്തെ വഴി പിന്നിട്ടപ്പോഴാണ് അറിയുന്നത്. പലരോടും ഞാൻ അന്വേഷിച്ചപ്പോൾ കുട്ടി കുഞ്ഞെന്തിയെ എന്ന് ചോദിച്ചപ്പോൾ ആർക്കും അറിയുന്നില്ല. ബന്ധുക്കളുടെയും പരിചയക്കാരുടെ ഇടയിൽ അന്വേഷിച്ചിട്ടൊന്നും കാണാതിയാൽ യേശുവിനെ തിരക്കി ഒരു ദിവസം കഴിഞ്ഞപ്പോൾ അവർ ജെറുസലേമിലേക്ക് തിരിച്ചുപോയി. 3 ദിവസങ്ങൾക്ക് ശേഷം അവർ അവനെ ദേവാലയത്തിൽ കണ്ടെത്തി. കാരണം എന്താ, ഞാൻ ഒരു ദിവസം വഴിക്ക് 3 ദിവസമായി എല്ലായിടത്തും അന്വേഷിച്ചു. പരിചയക്കാരുടെയും ചാർച്ചക്കാരുടെ ഇടയിലെല്ലാം അന്വേഷിച്ചാണ് പോകുന്നത്. പല ഭവനങ്ങളുണ്ട്, അവരുടെ ചാർച്ചക്കാരുടെ ഭവനങ്ങളൊക്കെ അവിടെ. നമ്മൾ പിന്നെ ഇങ്ങോട്ട് പഠിക്കുമ്പോഴേ കാണാം. അവൻ ഉപാധ്യായന്മാർ, അപ്പോൾ അവിടെ വെച്ച് അവസാനം കണ്ടെത്തിയപ്പോഴോ അവൻ ഉപാധ്യായന്മാരുടെ ഇടയിലിരുന്ന് അവർ പറയുന്നത് കേൾക്കുകയും അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുകയായിരുന്നു. എന്താണ് ഈ 3 ദിവസം എടുത്തത്? അതൊരു പ്രോട്ടോടൈപ്പ് എന്ന് പറയും. നമ്മൾ സുവിശേഷം പഠിക്കുമ്പോൾ കർത്താവിൻ്റെ ഖബറടക്കം 3-ാം ദിവസമാണ് ഉയർത്തെഴുന്നേൽക്കുന്നത്. ഈ 3 ദിവസവും ആകുലതയോടെ ഉത്കണ്ഠയോടെ അവർ കാത്തിരിക്കുകയായിരുന്നു. ഖബറടക്കി കഴിഞ്ഞപ്പോൾ എന്തൊക്കെ സംഭവിക്കും, എങ്ങനെയായിരിക്കും ഇനിയുമുള്ള കാലം എന്നുള്ളത്.
അപ്പോൾ അങ്ങനെ വിഷമിച്ചൊക്കെ കഴിഞ്ഞിരുന്ന ആ ഭക്തർക്ക് മൂന്നാം ദിവസം ക്രിസ്തു ഉയർത്തെഴുന്നേറ്റപ്പോൾ അവർ സന്തോഷത്തിൻ്റെ നിറകുടങ്ങളായി മാറി. സന്തോഷം കൊണ്ട് അവർ സന്തോഷത്തിരയിലായി അവർ എന്നുള്ളതാണ് കണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രോട്ടോടൈപ്പാണ് ഇവിടെ. 3 ദിവസവും അലഞ്ഞ് കണ്ട് അവർ പലയിടത്തും അന്വേഷിച്ച് ഉത്കണ്ഠയുടെ ആകുലതയും ആധിയും എല്ലാമായിട്ട് അന്വേഷിച്ച് നടന്നിട്ട് മൂന്നാം ദിവസം ദേവാലയത്തിൽ വന്നപ്പോൾ അവിടെ ഇരിക്കുന്നു. എന്ത് സന്തോഷമായിരിക്കും അല്ലേ? അതാണ് ക്രിസ്തു ഉയർത്തപ്പോൾ ഇതുപോലായിരുന്നു. ഈ മാതാവും യേശുവിൻ്റെ മാതാവും എല്ലാവരും കൂടെ അവിടെ ശിഷ്യരും അപ്പസ്തോലന്മാരും എല്ലാവരും കൂടെ അവിടെ മർക്കോസിൻ്റെ ഭവനത്തിൽ അവിടെ സമ്മേളിച്ചു ഈ പ്രാർത്ഥിച്ചും ധ്യാനിച്ചും അവിടെ കഴിഞ്ഞിരുന്നപ്പോൾ കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് അറിഞ്ഞപ്പോൾ അവർ വളരെയധികം സന്തോഷിച്ചു. അപ്പോൾ ആ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. അതുപോലെയാണ് അതിൻ്റെ ഒരു പ്രോട്ടോടൈപ്പാണ് ഇവിടെ പറയും. 3 നാളുകൾക്ക് ശേഷം യേശുവിനെ, അപ്പോൾ തങ്ങൾക്ക് നഷ്ടപ്പെട്ടതിനെ യേശുവിനെ അവർ ദൈവാലയത്തിൽ കണ്ടെത്തുന്നു. അപ്പോൾ നമ്മൾ ഇത് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നോക്കണം. നമ്മൾ ഇതുപോലെ ദൈവാലയത്തിൽ ഒരുപാട് പെരുന്നാളുകൾ ആഘോഷിക്കുന്നു, ഒരുപാട് കൺവെൻഷനുകൾ നടക്കുന്നു. ഇപ്പോൾ കൺവെൻഷനുകളുടെയൊക്കെ കാലമാണല്ലോ. എല്ലായിടത്തും അങ്ങ് പോയി ഇഷ്ടം പോലെ ആളുകളുണ്ട്. പക്ഷേ നമ്മളൊക്കെ തിരിച്ച് സന്തോഷമായിട്ട് പോകുന്നു. അവിടെ കൺവെൻഷൻ കൺവെൻഷൻ പ്രസംഗത്തിൽ പോയി, നിങ്ങളാരും വന്നില്ല, ഞങ്ങളൊക്കെ പോയല്ലോ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും സന്തോഷിക്കുന്നതാണ്. എന്തുവാ അവിടെ നടന്നത്? വല്ല അറിവും ഉണ്ടോ? വല്ലതും ഗ്രഹിച്ചിട്ടുണ്ടോ? പിറ്റേന്ന് ചോദിക്കുന്നവരോട് അവർക്ക് പറയും, അയ്യോ എന്ത് നല്ലതായിരുന്നു എന്ന് പറയും. കാരണം എന്താ? എന്ത് ശബ്ദം, എന്ത് പിന്നണി സംഗീതങ്ങൾ, എന്തെല്ലാം അല്ല കൺവെൻഷൻ നയിച്ച അച്ഛനോ കന്യാസ്ത്രീയോ അല്ലെങ്കിൽ ഒരു സുവിശേഷകനോ ആരോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മെത്രാപ്പൊലിത്ത ആയിക്കോട്ടെ, തിരുമേനി ആയിക്കോട്ടെ, അവരുടെയൊക്കെ പിതാവിൻ്റെയൊക്കെ ആ ശബ്ദവും ഗാംഭീര്യവും മാധുര്യവും എന്തെല്ലാം ആക്ഷൻസ്, പെർഫോമൻസ്, അതാണ് അവർ നോക്കുന്നത്. എന്തുമാത്രം എന്ത് നന്നായിരുന്നു, ഇതുപോലെ വേണം നടത്താൻ എന്നൊക്കെ പറയുന്ന അഭിപ്രായം പറയുന്ന കമൻറ്റുകൾ മറ്റുള്ളവർക്ക് കൈമാറുന്നവരും ഒക്കെ ധാരാളമുണ്ട് ഉള്ള കാലമാണ്. പക്ഷേ എന്താണെന്ന് അതിൻ്റെ ഉള്ളടക്കം എന്തായിരുന്നെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. അത് ചിന്തിക്കാൻ ആർക്കും വയ്യ. അതിനെപ്പറ്റി ചോദിച്ചാൽ ഈ വലിയ പൊങ്ങച്ചം പറയുന്നവർക്ക് ഇതൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ യേശുവിനെ നഷ്ടപ്പെട്ടവരാണ് അവർ. അവിടെ പോയി യേശുവിനെ നഷ്ടപ്പെട്ടു. അവിടം വരെ യേശുവിനെ അറിയാനുള്ള ആവേശത്തിൽ പോയി. യേശുവിനെ അറിയാൻ അതൊക്കെ ഇനി അവരവർക്കേ അറിയാം. യേശുവിനെ അറിയാനുള്ള ആവേശമായിരുന്നു. എല്ലാവരെയും ജനക്കൂട്ടത്തെ കണ്ട് സന്തോഷിക്കാനായിരുന്നു. അറിയാവുന്നവരുടെയൊക്കെ മുമ്പിൽ നമ്മളെ ഗമ കാണിക്കാനായിരുന്നു. ഒരുങ്ങിക്കെട്ടി കാഴ്ച എഴുന്നള്ളിപ്പുമായിട്ടൊക്കെ അല്ലയോ ഇന്നത്തെ കാലത്ത് പോകുന്നത്, ആണായാലും പെണ്ണായാലും കുട്ടികളായാലും എല്ലാവരെയും കൂടെ. അപ്പോൾ അവിടെ യേശു പോകുമ്പോഴും ഉണ്ടായിരുന്നോ, അവരുടെ കൂടെ ഉണ്ടായിരുന്നോ എന്ന് അറിഞ്ഞുകൂടാ. അല്ലെ അവിടെ വെച്ച് മാത്രമായിരിക്കത്തില്ല നഷ്ടപ്പെടുന്നത്, പോകുമ്പോഴും ഇല്ല, അവിടെ ചെന്നിട്ടുമില്ല. അത് മറ്റ് കാര്യങ്ങളിലൊക്കെ ആർഭാടത്തിലുമൊക്കെ അരിമോടിയിലുമൊക്കെ ആയിരിക്കും അവർ അവിടെ പെരുമാറിയത്. അങ്ങനെ വന്ന് യേശുവിനെ നഷ്ടപ്പെട്ടവരാണ് തിരിച്ചു വരുന്നത്. അപ്പം നമ്മൾക്ക് ഒരു പാഠം തരികയാണ്, ഉപദേശം തരികയാണ് ഇവിടെ സുവിശേഷകൻ ചെയ്യുന്നത്. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഇതുപോലുള്ള ആഘോഷങ്ങളിലും ആഡംബരങ്ങളിലൊക്കെ ഇടപെടുമ്പോൾ ആത്മീയമായ കാര്യങ്ങളിൽ അതിനുള്ള ആഡംബരവും കാര്യങ്ങളും അപ്പോൾ അതൊക്കെ വിശദീകരിക്കണേ കുറച്ച് ഞാൻ ഈ 1-2 അധ്യായത്തിൻ്റെയും ഒരു ചുരുക്കം അതുപോലെ ഒരു വീഡിയോ പ്രത്യേകം ചെയ്യണമെന്ന് ചോദിക്കണമെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിപ്പം പറഞ്ഞു തീരുമ്പോൾ നമുക്കിത് പറഞ്ഞ് തീർക്കണം. അപ്പോൾ അവിടെ വെച്ച് കണ്ടു കിട്ടുമ്പോൾ അവരെന്തുവാ പറയുന്നത്? മറിയം പറയുന്നത്, യേശുവിനെ തിരക്കിയ 3 ദിവസങ്ങൾക്ക് ശേഷം കണ്ടത് അവൻ ഉപാധ്യാന്മാരുടെ ഇടയിലിരുന്ന് അവർ പറയുന്നത് കേൾക്കുകയും അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യായിരുന്നു. കാരണം അവർ പറയുന്നതെല്ലാം കേട്ടു. യേശു അതിനൊക്കെ മറുപടിയും കൊടുത്തു. അവർ മറുപടിയും കൊടുക്കുന്നു. പക്ഷേ തിരിച്ച് യേശു ചോദ്യങ്ങൾ അവരോട് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞതിൽ നിന്ന് ഈ പറഞ്ഞതിൻ്റെ ആന്തരികാർത്ഥം എന്തുവാണ്, അതിൻ്റെ ആഴം പരപ്പ് എന്തുവാണ് എന്നുള്ളത്. പക്ഷേ അതിനൊന്നും അവർക്ക് ഉത്തരം കാണത്തില്ല. അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ ഈ പറഞ്ഞവർ പോലെ അതുകൊണ്ടാണ് എല്ലാവരും അതിശയപ്പെട്ടു. അവരും അതിശയപ്പെട്ടു. കാരണം അവരെ ഉത്തരം മുട്ടിക്കുന്ന ചോദ്യങ്ങളും പിന്നെ അതിൻ്റെ വിശദീകരണം അവർക്ക് വയ്യാത്തതുകൊണ്ട് യേശു തന്നെ കൊടുത്തിരിക്കണം. അപ്പോഴാണ് അവർ അതിശയിച്ചു പോയത് ചെയ്യായിരുന്നു. കേട്ടവരെല്ലാം അവൻ്റെ ബുദ്ധിശക്തിയിലും മറുപടികളിലും അത്ഭുതപ്പെട്ടു. മറ്റുള്ളവർക്കെല്ലാം അവിടെ ദൈവാലയത്തിൽ വന്നിട്ടുള്ളവർക്കെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യാം അകലെ നിന്ന് അവർ ചെയ്യായിരുന്നു.
അപ്പോൾ അവനെ കണ്ടപ്പോൾ മാതാപിതാക്കൾ എന്ത് ചെയ്യുമായിരുന്നു? അവർ അത്യധികം വിസ്മയിച്ചു. അവൻ്റെ അമ്മ അവനോട് പറഞ്ഞു, മകനെ, നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് എന്ത്? നിൻ്റെ പിതാവും ഞാൻ ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. എന്തുമാത്രം ഉത്കണ്ഠയാണല്ലേ, തീ ചിന്തകളൊക്കെയാണ്. അപ്പോഴാണ് ഇവിടെ വരുന്നാണ്ട് ഹൃദയത്തിൽ ഒരു വാൾ കടക്കുമെന്ന് ശിമയോൻ പറഞ്ഞതാണ്ട്, നീ ഞങ്ങളോട് ചെയ്യുന്നത്. അപ്പോൾ അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? അതിന് ഇംഗ്ലീഷ് വേർഷനിൽ പറയുന്നത്, ഞാൻ ദൈവാലയത്തിലായിരിക്കേണ്ടുന്ന ഐ മസ്റ്റ് ബി ഇൻ മൈ ഫാദേഴ്സ് ഹൗസ്, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലായിരിക്കും, ഇൻ മൈ ഫാദേഴ്സ് ഹൗസ് എന്ന് പറയുന്നു. അപ്പോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശരിയായിട്ടുള്ള വ്യാഖ്യാനം ഇവിടെ കൊടുത്തിരിക്കും PUC-ൽ. അത് ശരിയാണ് ആ വ്യാഖ്യാനം. എന്ന് പറഞ്ഞാൽ ഫാദേഴ്സ് പിതാവിൻ്റെ കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് ഇരിക്കണം എന്നല്ലയോ എന്നാണ് അതിൻ്റെ അർത്ഥം. ഞാൻ വ്യാപൃതനായിരിക്കേണ്ടതല്ലേ? ഇന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? പക്ഷേ അവർക്ക് ഇതൊന്നും മനസ്സിലായില്ല. മേരിക്കും ജോസഫിനും മനസ്സിലായില്ല. മാതാവ് ഇതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിക്കുകയാണ്. തനിക്ക് തങ്ങൾക്ക് മനസ്സിലാകാത്തത് അവർ രണ്ടുപേരും ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അത് പറഞ്ഞു, അത് ധ്യാനിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ മനസ്സിലാകുന്നത് എപ്പോഴാണ്? ഉത്ഥാന സമയത്താണ്. ഉത്ഥാനം ചെയ്തപ്പോഴാണ് മനസ്സിലാകുന്നത്. മേരിക്കും ഇത് മനസ്സിലാകുന്നത് ഇതൊക്കെ. പിന്നെ അവൻ അവരോടൊപ്പം പുറപ്പെട്ട് നസ്രത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു. ഇനി അവർക്ക് വിധേയനായിട്ട് അവിടെ ജീവിക്കുകയായിരുന്നു. അവിടെ അല്ലാതെ ഇവിടെ കാശ്മീരിലും പെഷവാറിലും പിന്നെ ഹിമാലയത്തിലും മറ്റുള്ളതൊന്നും പോയിരിക്കുകയല്ലായിരുന്നു. ഇങ്ങനെ ഓരോരുത്തരൊക്കെ അബദ്ധങ്ങൾ പഠിപ്പിക്കുന്ന കുറച്ച് എന്തു പറയാനാ ഇതൊക്കെ ഉണ്ട്. അതൊക്കെ സാത്താൻ്റെ ഒരു പ്രവൃത്തിയാണ്. നേരായ വസ്തുത ഗ്രഹിപ്പിക്കാതെ മോശമായ വസ്തുതകളിലേക്ക് ഹൃദയങ്ങളെ തിരിച്ചുവിട്ട് ദൈവരാജ്യത്തിൽ നിന്ന് ജനങ്ങളെ അവൻ്റെ സാമ്രാജ്യത്തിലേക്ക് അടുപ്പിക്കുക, നയിക്കുക എന്നുള്ള അതിന് ചിലരെ അവൻ ഏജൻറ്റുമാരായിട്ട് എടുക്കും, അവൻ്റെ സഹായികളായിട്ട്. അങ്ങനെയുള്ളവരാണ് ഇത് ഇപ്പോൾ വ്യാഖ്യാനിക്കുന്നത്. ഇനി ഞാനിപ്പോൾ ഉദാഹരണത്തിന് അത് ഞാൻ പിന്നെ പറഞ്ഞോളാം. ഇപ്പോഴാണ് ഈ ഫേസ്ബുക്കിലുമൊക്കെ ഞാൻ ഇന്ന് 2-3 ദിവസം കൊണ്ടൊക്കെ കാണുന്നു. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ധാരാളമായിട്ടുള്ള അങ്ങനെയുള്ളവരുടെ അബദ്ധ പ്രബോധനങ്ങൾ, അത് പാഷണ്ഡതയാണ്. നിങ്ങൾ വീണു പോകരുത്, വിശ്വാസികൾ വീണു പോകരുത്. ഇപ്പോൾ അതായത് അല്ലാത്തവരും മറ്റു മതങ്ങളിലുള്ളവരും വിചാരിക്കാതെ അവരിങ്ങനെ പറയുന്നല്ലോ, എന്നാൽ അതായിരിക്കത്തില്ലേ ശരിയെന്ന്. അല്ല, അതിൽ നിങ്ങൾ വീണു പോകരുത്. അറിവുള്ളവർ ബൈബിൾ വ്യാഖ്യാനിച്ച് തരുമ്പോൾ അതാണ് അത് വിശ്വസിക്കേണ്ടുന്നത്. പിന്നെ അവൻ അവരോടൊപ്പം പുറപ്പെട്ട് നസ്രത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു. അവൻ്റെ അമ്മ ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. അവിടെ തന്നെ അവരോടൊപ്പം ആ ഭവനത്തിൽ തന്നെ ആ നാട്ടിൽ തന്നെ വളർന്നു വന്നു. അല്ല ഒരിടത്തുമല്ല പോയത്, മരുഭൂമിയിലും പോയിട്ടില്ല. ചിലർ അങ്ങനെയും പറയും. പ്രിയപ്പെട്ടവരെ, ഞാൻ അടുത്ത ഒരു വീഡിയോയിൽ ഇതിൻ്റെയൊക്കെ വിശദാംശം, നമ്മൾ ഈ 2 ഭാഗങ്ങൾ 2 അധ്യായങ്ങളും നമ്മളോട് ധാരാളം കാര്യങ്ങൾ പറയുന്നുണ്ട് സുവിശേഷൻ. ഈ 2 അധ്യായങ്ങളിലും കൂടെ നമ്മൾ ആധുനിക സഭ അനുവർത്തിക്കേണ്ടുന്ന കാര്യങ്ങൾ അത് ഞാൻ അത് പറയാനും അത് പ്രസൻറ്റ് ചെയ്യാനും അവതരിപ്പിക്കാനും പരിശുദ്ധാത്മാവിനെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളും കേൾക്കുന്നവരും നല്ലതുപോലെ പ്രാർത്ഥിക്കണം. അല്ല എൻ്റെ ജ്ഞാനവും വിവേകമൊന്നുമല്ല, പരിശുദ്ധാത്മാവിനെ അനുവദിച്ചെങ്കിലേ ഉള്ള അറിവ് പ്രസൻറ്റ് ചെയ്യാൻ കഴിയത്തുള്ളൂ, അവതരിപ്പിക്കാൻ കഴിയും, അല്ലെങ്കിൽ അതും പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങളൊക്കെ നല്ലപോലെ പ്രാർത്ഥിക്കണം. ഞാനും ഏറ്റവും ബലഹീനനും കഴിവില്ലാത്തവനുമൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് നല്ലപോലെ പ്രാർത്ഥിച്ചെങ്കിലേ പറ്റത്തുള്ളൂ എനിക്ക് വേണ്ടി ഈ ശക്തി തരുന്നതിന്, ജ്ഞാനം തരുന്നതിന്. അതുകൊണ്ട് അടുത്ത ആ വീഡിയോ അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ അത് ഉടൻ തന്നെ ഈ ആഴ്ച തന്നെ നടത്താമെന്ന് വിചാരിക്കും. ഇവിടെ നെറ്റിൻ്റെ പ്രോബ്ലം വളരെ കൂടുതലാണ്. എനിക്കത് അപ്ലോഡ് ചെയ്ത് വയ്ക്കുന്നതിന് എനിക്ക് സാധിക്കുന്നില്ല പലപ്പോഴും. അതുകൊണ്ടാണ് ഞാൻ ഇൻ്റർനെറ്റ് നിങ്ങൾ ദയവ് ചെയ്ത് വിളിക്കരുതെന്ന് പറഞ്ഞത്. അപ്പോൾ അപ്ലോഡ് ചെയ്ത് ചെയ്യാൻ വയ്ക്കുന്നത് നെറ്റിൻ്റെ കൊണ്ട് ഒരുപാട് വയ്ക്കും. ചിലപ്പോൾ 2-3 തവണ അത് അപ്ലോഡ് ചെയ്യാണ്ട് വയ്ക്കേണ്ടി വരും.
അപ്പോൾ ഇതെല്ലാം അപ്പോൾ അങ്ങ് കട്ടാവുകയാണ് ഇങ്ങനെ വരുമ്പോൾ. ഇവിടുത്തെ നെറ്റിൻ്റെ ഈ പ്രോബ്ലം കൊണ്ട്. അപ്പോൾ എല്ലാ കമ്പനിക്കാരും അങ്ങനെയാണ്. അതുകൊണ്ട് അവരോടൊക്കെ പറഞ്ഞിട്ട് അവർക്കാർക്കും മനസ്സിലാകുന്നില്ല, അവർ പഠിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് അതുകൊണ്ട് ദയവേത് എനിക്ക് മൊബൈൽ ഫോണിൽ വിളിക്കുക. ഞാൻ നമ്പർ പറഞ്ഞിട്ടുണ്ട് 98 470 42 649. ഞാൻ കടയുണ്ട് എനിക്ക്, പിന്നെ മറ്റ് വീട്ടു ജോലികളും കാണും. അപ്പോൾ അതിൽ ഞാൻ അവിടെ ഉണ്ടെങ്കിൽ സൗകര്യമാണെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ഞാൻ പിന്നെ നോക്കിയിട്ട് ഞാനത് അവർക്ക് എന്തെങ്കിലും മറുപടി കൊടുക്കാൻ സമയം പോലെ ഞാൻ നോക്കുകയും ചെയ്യാം. അവിടെ ദയവ് ചെയ്ത് എന്നോട് വിരോധിക്കരുത്, വിഷമം തോന്നരുത്. അത് എല്ലാവരും അത് സ്വീകരിക്കണം ഞാൻ ഈ പറയുന്ന റിക്വസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രാർത്ഥിക്കാം, ഉപസംഹരിക്കാം. കർത്താവിൻ്റെ സ്തുതി. നമ്മൾ ഈ കേട്ട വചനങ്ങളെല്ലാം നമുക്ക് ഹൃദയത്തിൽ ഗ്രഹിക്കുന്നതിനും നമുക്ക് അത് പ്രാവർത്തികമാക്കുന്നതിനും നമ്മുടെ ജീവിതത്തിൽ അത് ഉൾക്കൊള്ളുന്നതിനും പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നന്ദി 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 യേശുവേ നന്ദി. സ്തോത്രം സ്തോത്രം. പിതാവേ, അവിടുത്തെ പുത്രനും ഞങ്ങളുടെ രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവിടത്തേക്ക് സ്തോത്രവും മഹത്വവും പുകഴ്ചയും ഞങ്ങൾ അവിടത്തേക്ക് സമർപ്പിക്കുന്നു. ആമീൻ. സ്തോത്രം.